എല്ലാവർക്കും നമസ്കാരം. കെമിസ്ട്രി സിംപ്ലിഫൈഡ് വിത്ത് അർച്ചന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചിട്ടും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ്, അഥവാ ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇപ്പൊ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ് എന്നുള്ളതാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് വരുന്നത്. ഇവിടെ മഗ്നീഷ്യവും ഓക്സിജനും എന്താണ്? ദേ ആർ ദ റിയാക്ടൻസ് എന്ന് നമുക്ക് പറയാം. ഇവിടുത്തെ റിയാക്ടൻസ് ആരാണ്? മഗ്നീഷ്യം, അതേപോലെ തന്നെ ഓക്സിജനും ആണ്. ഇവിടുത്തെ പ്രൊഡക്റ്റ് ആണ് ആര്? നമ്മുടെ മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഗീവ് മഗ്നീഷ്യം ഓക്സൈഡ് എന്നുള്ളത് മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. മഗ്നീഷ്യത്തിന്റെ സിമ്പിൾ Mg യൂസ് ചെയ്തിട്ടും ഓക്സിജന്റെ സിമ്പിൾ ഓക്സിജൻ ഇസ് ഡയറ്റമിക്, സോ എന്ത് ചെയ്തു? O2 എഴുതിയിട്ട് മഗ്നീഷ്യം ഓക്സൈഡിനെ MgO ആയിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്? റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഈ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഒരു കെമിക്കൽ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാം, അതല്ലാതെ അൺബാലൻസ്ഡ് ആയിട്ടും കെമിക്കൽ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ നമുക്ക് എപ്പോഴും എന്ത് വേണം? ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന് അനുസരിച്ചിട്ടാണ് ഇക്വേഷൻസ് എപ്പോഴും ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ സമയത്ത് the total mass of the products must be equal to the total mass of the reactants. അപ്പൊ റിയാക്ടൻസിന്റെ സൈഡിലും അതേപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ സൈഡിലും ഉള്ള മാസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ആറ്റംസ്, ഒരു എലമെന്റിന്റെ നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റിയാക്ടന്റ് സൈഡിലും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് സൈഡിലും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ മഗ്നീഷ്യം റിയാക്ടന്റ് സൈഡില് മഗ്നീഷ്യത്തിന്റെ ആറ്റംസ് 1 ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ വരുമ്പോഴും മഗ്നീഷ്യത്തിന്റെ ആറ്റംസിന്റെ നമ്പർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, 1 ആയിരിക്കണം. ഓക്സിജൻ റിയാക്ടൻസിന്റെ സൈഡിൽ 2 ആണെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ ഓക്സിജൻ വരുമ്പോഴും എന്തായിരിക്കണം? അത് 2 ആയിട്ട് വരണം. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നോക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടോ, സിങ്ക് വേർഡ് ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. സിങ്ക് റിയാക്ട്സ് വിത്ത് സിൽവർ നൈട്രേറ്റ് ടു ഫോം സിങ്ക് നൈട്രേറ്റ് ആൻഡ് സിൽവർ. ഇപ്പൊ സിങ്ക് തന്നിട്ടുണ്ട്. സിങ്കിന്റെ സിമ്പൽ എന്താ? Zn എന്നാണ് സിങ്കിന്റെ സിമ്പൽ വരിക. സിൽവർ നൈട്രേറ്റ് Ag പോസിറ്റീവ് ചാർജ് ആണ്, എന്താ അതേപോലെ തന്നെ NO3 മൈനസ് ആണ്, സോ AgNO3 വരും. ഗിവ്സ് സിങ്ക് നൈട്രേറ്റ് ആണ്. Zn ചാർജ് 2+ ആണ്, NO3 മൈനസ് ആണ്, സോ ZnNO3 ട്വൈസ്. ഇങ്ങനെയാണ് അതിന്റെ കെമിക്കൽ ഫോർമുല വരിക. പ്ലസ് Ag, സിൽവർ Ag ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കിയേ. സിങ്ക് റിയാക്ടന്റ് സൈഡിലെ സിങ്ക് 1 ആണ്, അതേപോലെ തന്നെ പ്രൊഡക്ട്സിന്റെ സൈഡിലും സിങ്ക് എത്രയാണ്? 1 ആണ്. നൈട്രജൻ നോക്കുമ്പോൾ എന്താ നമ്മുടെ റിയാക്ടൻസിന്റെ സൈഡിൽ നൈട്രജൻ 1 ആണ്, പ്രൊഡക്ട്സിന്റെ സൈഡിൽ നൈട്രജൻ എന്താണ്? 2 ആണ്. ഇനി ഓക്സിജന്റെ കേസ് വരുമ്പോൾ ഓക്സിജൻ റിയാക്ടൻസിന്റെ സൈഡിൽ 3 ആണ്, പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് സൈഡിൽ വരുമ്പോൾ ഓക്സിജൻ കണ്ടോ 3, 2 വരുന്നുണ്ട്, സോ ഇറ്റ് ഈസ് 6. 3 into 2 എന്താ വരിക? 6 വരും. ഇനി സിൽവറിന്റെ കേസ് വരുമ്പോൾ സിൽവർ റിയാക്ടൻസിന്റെ സൈഡിലും അതേപോലെ തന്നെ പ്രൊഡക്ട്സിന്റെ സൈഡിലും എന്താണ്? 1 ആണ്. ഇത് എപ്പോഴും നമുക്ക് ഒരിക്കലും ഈ ബോക്സ് ഒക്കെ വരച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ മാക്സിമം നമ്മൾ ബോക്സ് ഒന്നും വരയ്ക്കാതെ തന്നെ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ സിങ്ക് ഇവിടെ നോക്കുക. ഇവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നൈട്രജൻ എന്താണ്? പ്രൊഡക്റ്റ് സൈഡിൽ 2 ആണ്, റിയാക്ടന്റ് സൈഡിൽ നൈട്രജൻ എന്താണ്? 1 ആണ്. അപ്പൊ ഒരു 2 ഇവിടെ ഒന്ന് ഇട്ട് നോക്കുക. ആദ്യം ചെയ്യുമ്പോൾ വേണമെങ്കിൽ പെൻസിലൊക്കെ വെച്ച് ചെയ്താൽ മതി. ഇപ്പൊ എന്നോട് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ബാലൻസ്ഡ് ആയി കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് ചെയ്താലും മതി. അപ്പൊ നൈട്രജൻ എന്തായി? ഇവിടെ 2 നൈട്രജൻ ആയി. ഓക്സിജനും ബാലൻസ് ആയില്ലേ? ഇവിടെ 6 ഓക്സിജൻ ആണ്, റിയാക്ടന്റ് സൈഡിൽ ഇപ്പൊ എന്തായി? 6 ഓക്സിജൻ ആയി. സിൽവർ ഇപ്പൊ റിയാക്ടന്റ് സൈഡിൽ 2 സിൽവർ ആയി. അപ്പൊ പ്രൊഡക്റ്റ് സൈഡിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവറിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ ഒരു 2 ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ പിന്നെ ഒരു എന്താ
നോക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ AgNO3 അല്ലെങ്കിൽ AlCl3 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യേണ്ടത് ഒരു സൈഡിൽ 3 ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിനെ ബാലൻസ് ചെയ്യാൻ അതിന്റെ മുന്നിൽ വരുന്ന നമ്പർ എന്തായിരിക്കും 2 ആയിരിക്കും. അതേപോലെ തന്നെ BaCl2 ഒക്കെ വരികയാണെങ്കിൽ അവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും 3 ആണ് വരിക. അപ്പോൾ അതൊന്ന് ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി ഇവിടെ നോക്കിയ ബേരിയം ക്ലോറൈഡ് ആണ്. ബേരിയം ക്ലോറൈഡ് Ba2+ ആണ് അതിന്റെ ചാർജ് വരിക. ക്ലോറിൻ Cl- ആണ്. അപ്പൊ ബേരിയം ക്ലോറൈഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BaCl2 എഴുതാൻ പറ്റും. ഇനി അലുമിനിയം സൾഫൈഡ് എന്ന് പറയുമ്പോൾ അലുമിനിയത്തിന്റെ ചാർജ് എന്താണ്? 3+ ആണ്. സൾഫൈഡിന്റെ ചാർജ് SO4 2- ആണ്. അപ്പൊ എന്ത് വരും? Al2SO4 thrice എന്ന് വരും. Al2SO4 thrice എന്ന് വരും. അതേപോലെ തന്നെ അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അലുമിനിയത്തിന്റെ ചാർജ് 3+ ആണ്. ക്ലോറിന്റെ ചാർജ് - ആണ്. അപ്പൊ AlCl3 എന്ന് വരും. ബേരിയം സൾഫേറ്റ് പറയുമ്പോൾ ബേരിയത്തിന്റെ ചാർജ് 2+ ആണ്. സൾഫൈഡിന്റെ ചാർജ് എന്താണ്? 2- ആണ്. അപ്പോൾ രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് BaSO4 എന്ന് വരും. ഈ ഒരു കെമിക്കൽ ഫോർമുല എഴുതാൻ അറിഞ്ഞിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് എന്തായിട്ട് വരില്ല, ഒരിക്കലും അത് എന്താ കറക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. അപ്പൊ ബേരിയത്തിന്റെ ഇവിടെ നോക്കാം, നമുക്ക് റിയാക്ഷൻ നോക്കാം. ബേരിയം ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് അലുമിനിയം സൾഫേറ്റ് ടു ഫോം AlCl3. ദാറ്റ് ഈസ് അലുമിനിയം ക്ലോറൈഡ് പ്ലസ് ബേരിയം സൾഫേറ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോ ക്ലോറിൻ എത്രയാണ്? ക്ലോറിൻ എന്താ 2 ക്ലോറിനാണ് റിയാക്ടന്റ് സൈഡില്, 3 ക്ലോറിനാണ് പ്രൊഡക്റ്റ് സൈഡിൽ വരുന്നത്. അലുമിനിയം കണ്ടോ? അലുമിനിയം റിയാക്ടന്റ് സൈഡിൽ 2 അലുമിനിയവും പ്രൊഡക്റ്റ് സൈഡിൽ എത്ര അലുമിനിയം ഉള്ളൂ? 1 അലുമിനിയം ആണ്. സൾഫറിന്റെ കേസ് വരുമ്പോൾ സൾഫർ റിയാക്ടന്റ് സൈഡിൽ 3 സൾഫർ വരുന്നുണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 1 സൾഫർ ആണ് വരുന്നത്. ഇനി ഓക്സിജന്റെ കേസ് വരുമ്പോൾ ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ കണ്ടോ 4x3 എന്താ 4x3 പറയുമ്പോൾ 12 ആണ്. അപ്പൊ ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ 12 വരുന്നുണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ വരുമ്പോൾ വെറും 4 ഓക്സിജൻ ആറ്റംസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ആദ്യം നമുക്ക് അലുമിനിയത്തിനെ ബാലൻസ് ചെയ്ത് തുടങ്ങാം. കാരണം റിയാക്ടന്റ് സൈഡിൽ 2 അലുമിനിയവും പ്രൊഡക്റ്റ് സൈഡിൽ എന്താണ് 1 അലുമിനിയം ആണ്. അപ്പൊ എന്താ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കിയൊക്കെ എന്താണ് വേണ്ടത് നമുക്ക് മാക്സിമം ഇക്വേഷൻസ് എന്നൊക്കെ എന്താ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെ പെട്ടെന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നോക്കിയേ, ക്ലോറിൻ എന്താ ഇവിടെ? 2 അലുമിനിയം വന്നു പ്രൊഡക്റ്റ് സൈഡില്, 3x2 6 ക്ലോറിൻ ആറ്റംസ് വന്നിട്ടുണ്ട് പ്രൊഡക്റ്റ് സൈഡിൽ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഈ ബേരിയം ക്ലോറൈഡിന്റെ ഇവിടെ നമുക്ക് 3 എഴുതി കൊടുക്കാം. അപ്പൊ 3 ബേരിയം അതേപോലെ തന്നെ 6 ക്ലോറിനായി. ക്ലോറിന്റെ കേസ് ഇവിടെ ബാലൻസ്ഡ് ആയി ട്ടോ. ക്ലോറിൻ ബാലൻസ്ഡ് ആയി, അതേപോലെ തന്നെ അലുമിനിയം ബാലൻസ്ഡ് ആയി. ഇപ്പൊ എത്ര ബേരിയം ഉണ്ട് ഇവിടെ? 3 ബേരിയാണ് റിയാക്ടന്റ് സൈഡില്. അപ്പൊ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാം? 3 ബേരിയം നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പൊ 3 3 3 ബേരിയം റിയാക്ടന്റ് സൈഡിലും അതേപോലെ തന്നെ 3 ബേരിയം പ്രൊഡക്റ്റ് സൈഡിലും വന്നു. ഇനി ഇവിടെ നോക്കിയേ, സൾഫർ 3 സൾഫർ ആണ് റിയാക്ടന്റ് സൈഡിലുള്ളത്. ഇപ്പൊ നോക്കിയേ, 3 സൾഫർ ആണ് പ്രൊഡക്റ്റ് സൈഡിലുള്ളത്, 3s വന്നു. ഇനി ഓക്സിജന്റെ കേസ് വരുമ്പോ 12 ആറ്റംസ് ഓഫ് ഓക്സിജൻ ആണ് റിയാക്ടന്റ് സൈഡിലുള്ളത്. ഇപ്പൊ നോക്കിയേ 3x4 12 ഓക്സിജൻ ആണ് എന്ത് ചെയ്തത്? പ്രൊഡക്റ്റ് സൈഡിലും വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഇക്വേഷനും എന്ത് ചെയ്തിട്ടുണ്ട്? ബാലൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി 2 ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ഗ്യാസ് കമ്പൈൻസ് വിത്ത് നൈട്രജൻ ടു ഫോം അമോണിയ എന്നാണ്. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് ഹൈഡ്രജൻ ഡയാറ്റമിക് ആണ്, സോ ഇറ്റ് വിൽ ബി H2. ഹൈഡ്രജൻ ഗ്യാസ് കമ്പൈൻസ് വിത്ത് എന്താണ്? നൈട്രജൻ ഗ്യാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സോ ഇറ്റ് വിൽ ബി N2 ആണല്ലോ. ടു ഫോം അമോണിയ, അമോണിയം എന്തായിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് ചെയ്ത് കൊടുക്കാം? റെപ്രസെന്റ് ചെയ്തിട്ട് കൊടുക്കാം. 3ഉം എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഇനി ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? 2 ഹൈഡ്രജൻ ആണ് റിയാക്ടന്റ് സൈഡിൽ, 3 ഹൈഡ്രജൻ ആണ് എന്ത് പ്രൊഡക്റ്റ് സൈഡിൽ വരുന്നത്. 2 നൈട്രജൻ ആണ് റിയാക്ടന്റ് സൈഡിൽ, 1 നൈട്രജൻ ആണ് പ്രൊഡക്റ്റ് സൈഡിൽ. അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കാം? നൈട്രജൻ എന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാം. എന്തായി? 2 നൈട്രജൻ 2 നൈട്രജൻ. റിയാക്ടന്റ് സൈഡിൽ 2 നൈട്രജൻ, പ്രൊഡക്റ്റ് സൈഡിലും എന്തായി? 2 നൈട്രജൻ ആയി. ഇത് കണ്ടോ, 2x3 6 ഹൈഡ്രജൻ ആയി പ്രൊഡക്റ്റ് സൈഡിൽ, 6 ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിലാക്കാൻ എന്താ ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്താൽ ഈ ഇക്വേഷൻ എന്തായി? ബാലൻസ്ഡ് ആയിട്ട് വന്നു. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം.
അതായത് ബേരിയം ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് അലുമിനിയം സൾഫേറ്റ് ടു ഗീവ് അലുമിനിയം ക്ലോറൈഡ് ആൻഡ് എ precipitate ഓഫ് ബേരിയം സൾഫേറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പൊ ബേരിയം ക്ലോറൈഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബേരിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ബേരിയത്തിന്റെ ചാർജ് എന്താണ്? 2+ ആണ്. ക്ലോറിന്റെ ചാർജ് 2- ആണ്, സോറി 1- ആണ്. അപ്പൊ BaCl2 എന്ന് വരും. പ്ലസ് അലുമിനിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അലുമിനിയത്തിന്റെ ചാർജ് എന്താണ്? 3+ ആണ്. സൾഫേറ്റിന്റെ ചാർജ് 2- ആണ്. അപ്പൊ Al2SO4 ത്രൈസ് എന്ന് വരും. ഗിവ്സ് അടുത്തത് എന്തായിരിക്കും? അലുമിനിയം ക്ലോറൈഡ് അല്ലേ? അലുമിനിയത്തിന്റെ ചാർജ് 3+ ആണ്. ക്ലോറിന്റെ ചാർജ് 1- ആണ്. അപ്പൊ AlCl3 എന്ന് വരും. അതേപോലെ തന്നെ ബേരിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ BaSO4 എന്ന് വരും. BaSO4. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിയ ഇത് നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഫിസിക്കൽ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പം 2 അലുമിനിയം ആണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈസി ആയിട്ട് 2 അലുമിനിയം ആക്കി കഴിഞ്ഞാൽ പ്രൊഡക്ട്സും റിയാക്ടൻസും എന്തായി? 2 അലുമിനിയം ആയി. ഇവിടെ 6 ക്ലോറിനായി. അപ്പൊ ഇവിടെ 6 ക്ലോറിൻ റിയാക്ടൻ സൈഡില് എന്താ 6 ക്ലോറിനാവാൻ ബേരിയത്തിന്റെ മുന്നിൽ ഒരു 3 ആഡ് ചെയ്ത് കൊടുക്കുക. 3 ബേരിയായി റിയാക്ടൻ സൈഡില്, 3 ബേരിയം പ്രൊഡക്ട് സൈഡിലാക്കി കൊടുക്കുക. ഇപ്പൊ എന്തായി? ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. നമുക്ക് ജസ്റ്റ് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്താൽ മതി. ബേരിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അത് അക്വസ് സ്റ്റേറ്റിലാണ്. എന്താണ് ഒരു അക്വസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്വസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ ഇഫ് ദാറ്റ് ഇസ് മെയ്ഡ് ഇൻ വാട്ടർ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അക്വസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അലുമിനിയം സൾഫേറ്റും എന്താണ്? ഇറ്റ് വിൽ ബി ഓൾസോ ഇൻ ദ അക്വസ് സ്റ്റേറ്റ്. ഇനി AlCl3 അലുമിനിയം ക്ലോറൈഡും എന്താണ്? അക്വസ് സ്റ്റേറ്റിലാണ്. ഇനിയുള്ളതാണ് നമ്മുടെ ബേരിയം സൾഫേറ്റ്, precipitate ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ precipitate എന്ന് പറയുമ്പോൾ പല രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ചില സമയങ്ങളിൽ സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് precipitate കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ PPT എന്ന് വെച്ചിട്ട് തന്നെ precipitate കാണിക്കാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൗൺവേർഡ് ആരോ വെച്ചിട്ടും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് precipitate റെപ്രസെന്റ് ചെയ്യാം. ഈ 3 എണ്ണത്തിലും ഏത് നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? അത് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. പക്ഷേ ബെറ്റർ എപ്പോഴും നിങ്ങളൊരു ഡൗൺവേർഡ് ആരോ അല്ലെങ്കിൽ PPT വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്